ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി പഞ്ചമി വ്ളോഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 വീക്കിലെ വെക്കേഷന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് പോയ ദിവസമായിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ഒരു 5 മണിയായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട് എത്താറായി ഇപ്പോൾ ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നോക്കി നല്ല ഇരുട്ടായിട്ട് നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തപ്പോൾ നല്ല വിശന്നു. അപ്പം ഞാൻ വേഗം ഒരു ബ്രെഡും ജാമും എടുത്ത് കഴിച്ചു. ഉണ്ണികൾക്ക് രണ്ടാൾക്കൊന്ന് ടേക്ക് കെയറിക്ക് പോയതിൻ്റെ സന്തോഷമുണ്ട് കേട്ടോ. അവരുടെ കൂട്ടുകാരികളുടെ കൂടെ കളിക്കാനൊക്കെയും പറ്റിയതിൻ്റെ നല്ല സന്തോഷമുണ്ട്. അവർ രണ്ടാളും നല്ല ഹാപ്പിയാണ്. ഞാൻ അപ്പോഴേക്കും ഇന്നത്തെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇന്ന് കാലത്ത് ഞാൻ പോകുമ്പോൾ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയർ കൂട്ടാനും പിന്നെ നമ്മുടെ നല്ല ചോറുമാണ് ഇന്നത്തെ ഡിന്നറിന് കേട്ടോ. എല്ലാവർക്കും നല്ല വിശന്നിട്ടിരിക്കുന്നു. ഉണ്ണികൾക്കും ചേട്ടനും എനിക്കും ഒക്കെ വിശന്നിട്ടിരിക്കണം. അപ്പോൾ വേഗം കാച്ചാന്ന് വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അത് ഞാൻ വേഗം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വെള്ളം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വെള്ളംകാരൻ വെള്ളം കൊണ്ടുവന്നു. ചേട്ടാ അത് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ അപ്പോഴേക്കും അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസിലടിക്കുന്നുണ്ട്. അപ്പോൾ ചോറും കറിക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറാക്കാൻ ഞാൻ പോയപ്പോഴേക്കും കുഞ്ഞാറ്റ പാവ അത് കിടന്നുറങ്ങിയതിൻ്റെ പാവക്കൂട്ടിനും പിടിച്ചിട്ട് കുഞ്ഞിപ്പാറിന് ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ അവൾ ഓരോ വിശേഷങ്ങളൊക്കെയും പറഞ്ഞിരുന്നത് ഞാനും അവളും കൂടി കാർട്ടൂൺ കാണാൻ കേട്ടോ. മാഷ എൻ്റെ പെണ്ണ് കാർട്ടൂണിക്ക് അവളെ കൂടെ ഇരുന്ന് കാണാണ്. പിന്നെ അവളോട് ഇന്നത്തെ ഓരോ വിശേഷങ്ങളൊക്കെയും ചോദിച്ചു ഞാൻ അവളിരുന്ന് കാർട്ടൂൺ കാണാൻ കേട്ടോ. ചേട്ടനാണെങ്കിൽ കാര്യമായി ഫോണിൽ റീല് കണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടാന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയതാണ്. കുഞ്ഞാറ്റാണെങ്കിലോ ഭക്ഷണം കഴിക്കാണ്ട് നേരത്തെ കിടന്നപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര വിഷമമായിട്ടാണ്. അയ്യോ, ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഉറങ്ങിയല്ലോ എന്നുള്ളൊരു ചിന്തയും. പിന്നെ ഞാൻ ഇത് മുഴുവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും രാത്രി മുഴുവൻ. അയ്യോ, ഒന്നും കഴിക്കാണ്ട് കിടന്നല്ലോ എന്ന്. അപ്പം ഞാൻ അവളെ ഉറക്കത്തിൽ ഓരോന്നിക്കും പറഞ്ഞ് ഏൽപ്പിച്ച് ഭക്ഷണം കൊടുക്കാൻ പോകാട്ടെ. കണ്ണൊന്നും തുറക്കാൻ പറ്റണില്ല, എന്നാലും ഞാൻ ഏൽപ്പിച്ച് ഭക്ഷണം കൊടുത്താൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് ചോറും പയറും കൂട്ടാനെടുത്ത് അവൾക്ക് ഉഷാറാക്കി 2 ഉണ്ണികളൊക്കെ ഇനി ഭക്ഷണമൊക്കെയും കൊടുക്കട്ടെ. പിന്നെ ഞാനിഞ്ഞും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.